വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മുടി കറുപ്പിക്കാനുള്ള വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ടുള്ളൊരു ഹെന്നയാണ് കേട്ടോ. ഇതിൻ്റെ വേറൊരു രീതിയിൽ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു മിക്സിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്ക നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കണം. അതല്ല ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിൽ പൊടിക്കുന്ന ജാറിലൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് കേട്ടോ. നന്നായിട്ട് കൈ കൊണ്ടൊന്നിങ്ങനെ ഞെരടി കൊടുക്കണം. നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സിയിലൊന്നിട്ടൊന്ന് അടിച്ചാലും നല്ല ജ്യൂസ് കിട്ടും നെല്ലിക്കയുടെ. നെല്ലിക്ക ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കറുപ്പിന് വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ ഡൈ ചെയ്യുന്നതല്ല പറയുന്നത്, നാച്ചുറലായിട്ട് മുടി കറുത്ത് വരാനുള്ള ഒരു ഉപാധിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാനിതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നാലാണ് ആ നെല്ലിക്കയുടെ ജ്യൂസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഇത് മുടി കറുപ്പിന് മാത്രമല്ല, മുടി വളരാനും വളരെ നല്ലതാണ് കേട്ടോ നെല്ലിക്കയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾക്കിത് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുടി പൊഴിച്ചിലുള്ളവരൊക്കെ ഡെയിലി ഓരോ നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇത് വളരെ ലോ പ്രൈസിൽ കിട്ടുന്നതാണ്. കിട്ടുവാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ. ചട്ടിയാണ് ഇത്. പല ഹെന്ന ഉണ്ടാക്കുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇരുമ്പ് ഇതുപോലെ തന്നെ നെല്ലിക്കയൊക്കെ കൂടി ചേരുമ്പോൾ തന്നെ ഒരു പ്രത്യേക കളറൊക്കെ വരും. അപ്പോൾ അത് നമ്മളെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഹെന്നയൊക്കെ ഉണ്ടാക്കി ഇടുമ്പോൾ നമ്മൾ ഇതുപോലെ ഷാമ്പു ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ജ്യൂസ് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതള നാരങ്ങയുടെ തൊലിയാണ്. ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആയിട്ട് ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒത്തിരി പേര് നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊലി ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മുഴുവനായിട്ടും ഈ നെല്ലിക്കയുടെ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഈ മാതള നാരങ്ങയുടെ ഇതുപോലെ ഞാൻ ജെല്ല് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പുരികത്തിൻ്റെ മേളിലൊക്കെ തേക്കാറുണ്ട്. അതും ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറ്റുള്ളൂ. കുറച്ച് അലർജിയുടെ പ്രോബ്ലമൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് മാക്സിമം ഞാൻ ഈ ഒരു രീതിയിലാണ് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ തൊലി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല 1/2 ഗ്ലാസ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല നീളം തിക്നെസ്സൊക്കെ ഉള്ള മുടിയുള്ളവരാണെങ്കിൽ ഹെന്ന കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ വെച്ച് തിളപ്പിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക്ക് പോലെയാണ് കേട്ടോ ഇത്. ഇരുമ്പ് ചട്ടിയിൽ നെല്ലിക്കയും അതുപോലെ മാതള നാരങ്ങയുടെ തൊലിയും കൂടെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റാതെ അത്രയും നല്ലൊരു കളറാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഹെന്നയല്ല, നാച്ചുറൽ ഹെന്നയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ആ തിള ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മാതള നാരങ്ങയുടെ തൊലിയല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ, ഉള്ളിലുള്ള ആ വൈറ്റ് കളറിലുള്ള ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുറച്ച് പൾപ്പി ആയിട്ട് വരും, ഇങ്ങനെ സ്റ്റിക്കി ആവുന്ന പോലെ. അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അധികം പുരികമൊക്കെ കട്ടിയില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാലും മതിയാവും കേട്ടോ. ഇത് ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒന്നിങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ആവുന്നത് വരെ ഇതിനെ തിളപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് തിളയ്ക്കും തോറും കുറച്ച് കട്ടിയായിട്ടും വരുന്നുണ്ട്, ആ തൊലിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരുന്നുണ്ട്, പിന്നെ നല്ല കറുത്ത കളറായിട്ടും വരുന്നുണ്ട് കണ്ടോ. ഇത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. മാതള നാരങ്ങയുടെ തൊലി ഇത് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായി ആ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന പോലെ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമുക്കിങ്ങനെ കലക്കി ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാനൊന്നും വേണ്ട, ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ തന്നെ മതിയാവും. അപ്പോൾ അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ തൊലിയിലുള്ള ആ കറുപ്പ് കളറും കറയൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ, ഒരുപാട് ചൂടുള്ളപ്പോൾ ഇതുപോലെ അരിക്കരുത്. ജ്യൂസ് അരിക്കുന്ന അരിപ്പയാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഈ ചട്ടിയിൽ ബാക്കി വരുന്ന ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് മുടിയിൽ നെറ്റിയുടെ അവിടെയൊക്കെ മുടി നരയ്ക്കുന്നതിന് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. അതായത് മാതള നാരങ്ങയുടെ ആ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, പുറം ഭാഗം അതൊന്നും ഇങ്ങനെ ഉടഞ്ഞു വരുമൊന്നുമില്ല. ഉള്ളിലുള്ള ആ വെള്ള കളറിലുള്ള പാട പോലെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ ശരിക്കും ഇതിലിങ്ങനെ ഉടഞ്ഞു വരിക. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതാ താഴെ നല്ല കറുത്ത കളറിലുള്ള ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കറയാണ് നമുക്ക് ആവശ്യം, അതിനാണ് കേട്ടോ ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. അപ്പോൾ മാതള നാരങ്ങയുടെ തൊലി, നെല്ലിക്ക ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നമുക്കിതെല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവനായിട്ടും അരിച്ചെടുത്തപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രം വേണമെങ്കിൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഞാൻ കൈയിട്ടിട്ട് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യരുത്, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ചെയ്തെടുക്കുന്നതാണ്. നഖത്തിൻ്റെ ഉള്ളിലും കയ്യിലൊക്കെ ഈ കറ പിടിക്കും. ഈ കൂർക്കൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കറ വരില്ലേ, അതുപോലെ. അതുകൊണ്ട് തന്നെ ഒരു കവർ ഇട്ടിട്ട് വേണം ഇതിൽ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് കൊണ്ടും പിന്നെ എനിക്ക് അത് വലിയ പ്രശ്നമില്ല എന്നുള്ളത് കൊണ്ടുമാണ് കേട്ടോ അതിൽ കൈയിട്ട് കാണിച്ചു തന്നത്. അപ്പോൾ നല്ല ലിക്വിഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ശരിക്കും ഇത് കയ്യിലൊരു 5-10 മിനിറ്റ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ കറ പിടിച്ച് വരും കേട്ടോ. കൈയുടെ ഇടയിലെന്നുള്ളതൊന്നും മാറില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നൂപ്പുറിൻ്റെ തന്നെ നമ്മൾ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിന് പകരം നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഇല ഉണ്ടല്ലോ, അതും ഇതുപോലെ നന്നായിട്ട് ഇല ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്താലും മതിയാവും കേട്ടോ. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും ഒന്നും ഈ മൈലാഞ്ചിപ്പൊടി വാങ്ങിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര വേണോ അത്രയും നമുക്കിതിലിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് കൂടുതലെടുത്താൽ മതി. കാരണം കൂടുതൽ വെള്ളമൊന്നും ഇതിലില്ല, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മുഴുവനും നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാതെ തന്നെ നമ്മുടെ ഈ ഒരു ഹെന്ന മിക്സ് നല്ല കറുത്ത കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് ഏതൊരാൾക്കും, ഹെന്ന ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും. നെല്ലിക്കയൊക്കെ നല്ല കളറാണ്, മുടിക്ക് നല്ല കളർ തരാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇത് നല്ലൊരു തണുപ്പൊക്കെയാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കമൊക്കെ കിട്ടും. അങ്ങനെയാണ് ഹെന്ന തേക്കുമ്പോൾ. നല്ല അലർജി ഉള്ളവരോ അതല്ലെങ്കിൽ ചുമയൊക്കെ വരുന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഒന്നുകിൽ രാസ്നാദിപ്പൊടി നമ്മൾ നെറ്റിയിൽ തലയിലിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇല ആ ജ്യൂസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കാൻ മറന്നു പോയതാണ് കേട്ടോ, ഞാൻ എടുത്ത് വെച്ചിരുന്ന് ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് ആ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂണോളം നല്ല കട്ടി തൈര് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കാരണം ഇതിലിപ്പോൾ അത്യാവശ്യം ഒരു തിക്നെസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ലൂസായി പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ഇത് എത്ര അലർജി ഉള്ളവർക്കും ഇത് തേക്കാം കേട്ടോ. ഇത് തേക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പാവുന്നൊന്നും ഞാൻ പറയില്ല. ഇത് നമ്മൾ ഒരു 10 ദിവസത്തിൽ ഒരിക്കൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ. അതിപ്പോൾ ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഹെന്നയൊക്കെ നാച്ചുറൽ ഹെന്ന തേക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഷാമ്പു ഇടുമ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അതാ എൻ്റെ മുടിയുടെ ഞാനിതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഹെന്ന ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതാ മുടിയുടെ ഇടയിൽ കണ്ടോ, എനിക്കെപ്പോഴും ഈ ഒരു ഏരിയയിലൊക്കെയാണ് നേരെ നന്നായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ കാലാവസ്ഥയുടെ ആണെന്ന് അറിയില്ല, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലൊക്കെ മുടി നല്ലോണം നരച്ചിട്ടുണ്ട്. എല്ലാ ഹെന്ന ചെയ്യുന്ന വീഡിയോസിലും ഞാൻ കാണിച്ചു തരാറുണ്ട്. നമുക്ക് മുടിയുടെ ഉള്ളിലൊന്നും നിര വരുമ്പോൾ അത്ര പ്രശ്നമില്ല. ഈ ഒറ്റം ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്തുണ്ടല്ലോ നെറ്റിയിൽ, അവിടെ ശരിക്കും നരച്ച് വരുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അപ്പം മിക്കവാറും അലർജിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തൊക്കെയാണ് ചെയ്ത് നോക്കാറ്. എനിക്ക് നല്ല റിസൾട്ടാണ് ഈ ഒരു കാര്യത്തിൽ കിട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാ മുടിയൊക്കെ നന്നായിട്ട് തലേ ദിവസം തന്നെ ഞാനിത് മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിൽ തേക്കുമ്പോൾ ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിലും അതുപോലെ മുടിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ തേച്ച് പിടിപ്പിക്കാറ്. കൂടുതലും ഞാൻ ഇങ്ങനെ കവറൊന്നും ഇട്ട് കൊടുക്കാറില്ല കയ്യിൽ.
അപ്പോൾ ഇത് 1-2 ദിവസമൊക്കെ നന്നായിട്ട് ഡിഷ് വാഷിലൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകുമ്പോഴാണ് കേട്ടോ ഈ കൈയുടെ ഇടയിലുള്ള ഈ കളറൊക്കെ പോവുക. ഇപ്പോഴേ നഖത്തിൻ്റെ ഇടയിലൊക്കെ നല്ല കറുത്ത കളറായിട്ടുണ്ട്. നമ്മളിത് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മുടിയിൽ മുഴുവനായിട്ടും തേച്ച് പിടിപ്പിക്കണം. അപ്പം ഞാനിതിൻ്റെ ഇത് സ്കിപ്പ് ചെയ്യാതെ ഒക്കെ കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല സംശയങ്ങളൊക്കെ വരും. ഇത് തന്നെയാണോ തലയിൽ തേക്കുന്നത് എന്നൊക്കെ. എനിക്ക് പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൈ ചെയ്യാൻ എനിക്ക് പറ്റില്ല. മിക്കവാറും കുറേ സാധനങ്ങളോടൊക്കെ എനിക്ക് അലർജി ഉള്ള ഒരാളായതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, ഹോസ്പിറ്റലൊക്കെ പോകേണ്ടി വരും നമുക്ക് ഈ അലർജിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ. ഇതിങ്ങനെ തേച്ചതിന് ശേഷം നമുക്ക് ഒന്നുകിൽ 1 മണിക്കൂർ, സമയമുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ വരെ തലയിലൊരു ക്യാപ്പ് ഇട്ട് കൊടുത്ത് അങ്ങനെ വെക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് ഈ ഒരു രീതിയിൽ ഞാൻ ഒരു 1.25 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ ഈ ഒരു കളറ് നല്ല കറുത്ത കളറാണ് കേട്ടോ. മുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഹെന്ന ഇടുന്ന ആൾക്കാരായതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതലും എനിക്ക് നിറയുള്ളിടത്താണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് 1 മണിക്കൂർ, 1.5 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ അത്രയൊക്കെ വെച്ചാൽ മതി. ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ വാങ്ങിക്കുന്ന ഏത് ഹെന്നക്കൂട്ടാണെങ്കിലും, അതായത് ഡൈ, ഹെന്നയല്ല ഡൈ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് നിറം കിട്ടുന്നതാണ്. അതിൽ പ്രിസർവേറ്റീവ്സൊക്കെ ചേർത്ത് വരുന്ന പാക്കറ്റുകളായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മളിത് നാച്ചുറലായിട്ട് ഇടുമ്പോൾ നമ്മൾ 1-2 തവണ ഇതുപോലെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഞാനിപ്പോൾ ഏതാണ്ട് ഒരു 1.25 മണിക്കൂർ, 1.5 മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇപ്പോൾ ഉണങ്ങി വരുന്നുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതാ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. മുടി നല്ല ഷൈനി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രൈനെസ് ഒന്നുമില്ല. ഈ ഒരു രീതിയിൽ തേച്ച് നോക്കിയപ്പോൾ എൻ്റെ മുടി ഇപ്പോൾ നല്ല കറുപ്പായിട്ട് വന്നിട്ടുണ്ട്. അതായത് ബ്രൗൺ കളർ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ നെറ്റിയിലൊക്കെ മുടിയുടെ ഈ ഒരു കളറുള്ളവർക്കാണ്. എല്ലാവർക്കും നല്ല വിശ്വാസത്തോടു കൂടി നമുക്കിത് ഇട്ട് നോക്കാവുന്നതുള്ളൂ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇത് ഞാൻ മാസത്തിൽ 1 തവണയെങ്കിലും ഈ ഒരു ഡൈ ഞാൻ ഇട്ട് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ.